എല്ലാവർക്കും നമസ്കാരം. വാക്കുകളുടെ ശക്തി അഥവാ പവർ ഓഫ് വേർഡ്സ്, ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വാക്കുകൾക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് മുറിവുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മുറിവേറ്റവരെ അത് തുന്നിച്ചേർത്ത് നല്ല രീതിയിലാക്കാനും നമ്മുടെ വാക്കുകൾ കൊണ്ട് പലപ്പോഴും സാധിക്കാറുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. കാരണം അത് ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള ഒന്നാണ്. തൊടുത്തുവിട്ട അമ്പും കൈവിട്ടു പോയ വാക്കും നമുക്ക് തിരിച്ചു പിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് എപ്പോൾ നാം സംസാരിക്കുന്നുവോ അപ്പോൾ നാം സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം, തിങ്ക് ചെയ്യണം. അത് നാം സംസാരിക്കുന്നത് മറ്റൊരാളിൽ നിന്ന് കേട്ടതാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. അതിൽ വല്ല സത്യവുമുണ്ടോ? ഇസ് ഇറ്റ് ട്രൂ? അത് സത്യമാണോ? അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് അത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണോ? ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ? എങ്കിൽ നമുക്ക് തീർച്ചയായും സംസാരിക്കാം. അതേപോലെ അത് ഇൻസ്പയർ ചെയ്യുന്ന വാക്കുകളാണോ? ഇസ് ഇറ്റ് ഇൻസ്പയറിങ്? അല്ലേ? ഇൻസ്പയർ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്നും സംശയിക്കേണ്ടതില്ല. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈസ് ഇറ്റ് നെസസറി? അത് പറയേണ്ടത് തന്നെയാണോ? അത്യാവശ്യമാണോ? എങ്കിൽ മാത്രം പറഞ്ഞാൽ പോരെ? അല്ലേ? അതേപോലെ കൈൻഡ്, ഈസ് ഇറ്റ് കൈൻഡ്? അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൈൻഡായിട്ടുള്ളതാണോ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വാക്കുകൾ നമുക്ക് സംസാരിക്കാവുന്നതാണ്. വാക്കുകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് മുറിവുകൾ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നതായിരിക്കണം. അപ്പം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാം, അതല്ലെങ്കിൽ ഹൗ ടു, അല്ലേ? നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ സംസാരിച്ചാൽ നമുക്ക് നമ്മുടെ വാക്കുകളെ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും, ഇഫക്റ്റീവ് ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഹൗ ടു യൂസ് വേർഡ്സ് ഇഫക്റ്റീവ്ലി. ഒന്ന് രണ്ട് കാര്യങ്ങൾ, ടിപ്സുകൾ നമുക്കിപ്പം പറയാം. അതായത് സ്പീക്ക് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. സന്ദർഭത്തിനനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. എല്ലാ സന്ദർഭങ്ങളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. വേദനിച്ച് നിൽക്കുന്നവരോട് നാം സംസാരിക്കുമ്പോൾ അവരുടെ വേദനയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ സമയത്ത് വീണ്ടും കുത്തി നോവിക്കുന്ന രീതിയിൽ നാം സംസാരിക്കാൻ ഒരിക്കലും പാടില്ല. അതുപോലെ ചിലപ്പോൾ മരണവീടുകളോ കല്യാണ വീടുകളോ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ സംസാര രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ നാം വരുത്തേണ്ടതുണ്ട്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 3